വക്രദൃഷ്ടി തുടരുന്നു. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കുടുങ്ങിയ തൃശൂർ മെഡിക്കൽ കോളേജിലെ ലിഫ്റ്റിന് കാര്യമായ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. നേതാക്കളുടെയും അണികളുടെയും തള്ളിക്കയറ്റം മൂലം ഓവർലോഡ് ആയതാണ് പ്രശ്നമെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടുണ്ട്. വേദിയിലിരിക്കാനുള്ള തള്ളുമൂലം സ്റ്റേജ് തകരുന്നത് പോലെ തകരാത്തത് ഭാഗ്യം. ജംബോ കമ്മിറ്റികളെയും ജംബോ ഭാരവാഹികളെയും അണികളെയും പ്രതിപക്ഷ നേതാവ് ഇങ്ങനെ കൊണ്ടു നടന്നാൽ ഇനിയും കുടുങ്ങും. ഏതായാലും ലിഫ്റ്റ് നന്നാക്കാമെന്ന് ആരോഗ്യമന്ത്രി കെ ശൈലജ നിയമസഭയിൽ ഉറപ്പ് നൽകി. നമ്മുടെ ബഹുമാനായ പ്രതിപക്ഷ നേതാവ് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലൊന്ന് പോയി. അദ്ദേഹം തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ പോയി ഒരു സന്ദർശനം കഴിഞ്ഞ് മടങ്ങി ലിഫ്റ്റിൽ കയറി ഏതാണ്ട് അരമണിക്കൂറോളം ആ ലിഫ്റ്റിൽ നിന്ന് സാർ. നമ്മുടെ സംസ്ഥാനത്തുള്ള ഈ 5 മെഡിക്കൽ കോളേജുകൾ സാർ ഇത്തരം പ്രവർത്തിക്കാതിരിക്കുന്ന ചില ലിഫ്റ്റുകളുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളൊക്കെ ഒന്ന് അങ്ങ് നേരിട്ട് പോയി ഒന്ന് പരിശോധന നടത്തി ഒരു കാര്യം മാത്രമേ നിർദ്ദേശിക്കാനുള്ള, അങ്ങ് ആ ലിഫ്റ്റിൽ കയറരുത്. ലിഫ്റ്റിൽ കയറി കിടന്നാൽ ഒരു അരമണിക്കൂർ 1 മണിക്കൂർ കഴിഞ്ഞ് അങ്ങ് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഈ കാര്യങ്ങൾ നടപടിയെടുക്കുന്നതിന് എന്തെങ്കിലും നടപടി സ്വീകരിക്കാൻ പ്രതിപക്ഷ നേതാവ് അവിടെ ലിഫ്റ്റിൽ കുടുങ്ങിയ വിവരം അറിഞ്ഞ ഉടനെ തന്നെ ഞാൻ അവിടുത്തെ സൂപ്രണ്ടിനെയും പ്രിൻസിപ്പാളിനെയും ഒക്കെ വിളിച്ചിരുന്നു. എപ്പോഴും ഇങ്ങനെ പറയണമെന്നില്ല, ശരിയാക്കി തന്നാ മതി. ആദ്യം പുറത്തു വന്ന വാർത്ത ലിഫ്റ്റിൽ ആവശ്യത്തിലധികം ആളുകൾ കയറിയിട്ടാണ് ലിഫ്റ്റ് നിന്നുപോയത്. പക്ഷേ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനോട് ഞാൻ ഇന്നലെ ചോദിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞു അതല്ല, അത്രയധികം ആളുകൾ കയറിയിട്ടില്ല. ഞാൻ അദ്ദേഹം പറഞ്ഞതിനെ മുഖവിലൊക്കെ എടുക്കുകയാണ്. ഈ ലിഫ്റ്റും നന്നാക്കേണ്ടതാണെങ്കിൽ ഒന്നുകൂടി പരിശോധിക്കാം സാർ. എന്താ അതിന്റെ കേടായത് കാര്യം പരിശോധിക്കാം. ഭയങ്കരം തന്നെ. ഹൈക്കോടതിയിലെ മീഡിയ റൂം തുറന്നാൽ എന്തോ ഭയങ്കരമാനമായ സംഭവങ്ങൾ ഉണ്ടാകുമെന്ന് ഹൈക്കോടതി സുപ്രീം കോടതിയെ അറിയിച്ചിരിക്കുന്നു. കഷ്ടം തന്നെ മുതലാളി, കഷ്ടം തന്നെ. അവിടെ സ്ഥിരമായി വരുന്ന പത്രക്കാർ വടിയും കുടയും വയ്ക്കുന്ന ഒരു കൊച്ചു മുറിയുടെ സൗകര്യമൊന്നും വേണ്ടെന്ന് അവർ തന്നെ പറയുന്നു. കോടതി മുറികൾ അടയ്ക്കുകയും തുറക്കുകയും ചെയ്യേണ്ടത് ആരെന്ന് ഹൈക്കോടതിയിൽ പത്രക്കാരനായും വക്കീലായും പോയിട്ടുള്ള മുൻ MP സെബാസ്റ്റ്യൻ പോൾ തന്നെ പറയുന്നു. മീഡിയ റൂം എന്നത് പലർക്കും അറിയാത്തൊരു കാര്യം. ഞാൻ കുറേ കാലം നിയമകാര്യ ലേഖകനായി പ്രവർത്തിച്ച ആളാണ് ഹൈക്കോടതിയിൽ. അപ്പോൾ അന്ന് ഞങ്ങളുടെയൊക്കെ ഒരു ആവശ്യപ്രകാരം പഴയ ഹൈക്കോടതിയിൽ ജസ്റ്റിസ് പരിപൂർണൻ്റെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ ജഡ്ജിമാരും ചേർന്ന് ആണ് എടുത്ത ആ തീരുമാനം. ഒരു മീഡിയ റൂം, അത് പഴയ കെട്ടിടത്തിൽ. പുതിയ കെട്ടിടം വന്നപ്പോഴും അവിടെ ഒരു മുറി. മീഡിയ റൂം എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഈ ഒളിമ്പിക്സിലേക്ക് മീഡിയ റൂം എന്നതുപോലെ ആധുനികമായ അങ്ങനെ അവിടെ ഒരു മേശയും 4 കസേരയും മാത്രമേ ഉള്ളൂ. വേറെ അവിടെ ഒരു സൗകര്യങ്ങളൊന്നുമില്ല. ടെലഫോണോ കമ്പ്യൂട്ടറോ ഇൻ്റർനെറ്റോ വൈഫൈയോ ഒന്നും ഇല്ലാത്ത ഒരു മുറി, ഒരു ചെറിയ മുറി അത്രേ ഉള്ളൂ. വക്കീൽമാർ അക്രമാസക്തരായി വന്ന് ഒരു ദിവസം ആ മീഡിയ റൂം അടച്ചുപൂട്ടി. അതിന് മുകളിൽ ശൗചാലയം എന്ന ബോർഡും എഴുതി വെച്ചു. അല്ലാതെ കോടതി പൂട്ടിയതല്ല. അവിടെ ഏതെങ്കിലും മുറി പൂട്ടാനോ തുറക്കാനോ വക്കീലന്മാർക്ക് അധികാരമില്ല. അത് കോടതി ചെയ്യേണ്ടതാണ്. കോടതി അനുവദിച്ച സൗകര്യം കോടതി പിൻവലിച്ചാൽ നമുക്കത് ചോദ്യം ചെയ്യാം, പക്ഷെ നമുക്ക് മനസ്സിലാക്കാം കോടതിക്ക് അധികാരമുണ്ടെന്ന് പറയാം. അനുവദിച്ച സൗകര്യം അവർക്ക് പിൻവലിക്കാം. അനധികൃതമായി നിയമവിരുദ്ധമായി ആരോ അടച്ചുപൂട്ടിയ മുറി അത് തുറക്കുക എന്നുള്ളതിന് പ്രത്യേകിച്ച് ആലോചനയൊന്നും ആവശ്യമില്ല. കോടതികളിലെ മാധ്യമ വിലക്ക് തുടരുന്നത് ജുഡീഷ്യൽ ഓഫീസർമാരുടെ തൻ്റെടക്കുറവ് കൊണ്ടാണെന്ന അപ്രിയ സത്യം ആരെങ്കിലും തുറന്നു പറയണ്ടേ? ജിഷ വധക്കേസ് എന്നത് കേരളം മുഴുവൻ കാത്തിരുന്ന ഒരു വിചാരണയാണ്. അതെങ്ങനെ മുന്നോട്ട് പോകുന്നു നമുക്ക് അറിയണ്ടേ? അത് രഹസ്യമായി അടച്ചിട്ട മുറിയിലല്ല വിചാരണ നടക്കേണ്ടത്. അപ്പോൾ അവിടെ മാധ്യമപ്രവർത്തകർക്ക് പ്രവേശിക്കാമോ ഇല്ലയോ എന്ന് നിശ്ചയിക്കുന്നത് ഒരു കൂട്ടം വക്കീലന്മാരാണ് എന്ന് വന്നാൽ അതാണ് ഇതിനെല്ലാം പ്രശ്നം. അവരവരുടെ കോടതി അല്ലെങ്കിൽ സ്വന്തം കോടതി മുറികൾ സംരക്ഷിക്കാൻ ന്യായാധിപന്മാർക്ക് കഴിയുന്നില്ല. ഇപ്പോൾ തിരുവനന്തപുരത്തെ
വിജിലൻസ് കോടതിയിൽ നമ്മളത് കണ്ടു, എറണാകുളത്തെ സെഷൻസ് കോടതിയിൽ കണ്ടു, ഹൈക്കോടതിയിൽ ചീഫ് ജസ്റ്റിസിൻ്റെ തന്നെ മുറിയിൽ കണ്ടു. അവിടെ ഇത് തന്നെയാണല്ലോ പ്രശ്നം, വന്ന് ഇറക്കി വിട്ടല്ലോ. അപ്പോൾ സ്വന്തം കോടതി മുറിയെ പരിരക്ഷിക്കുക എന്നുള്ളത് ഒരു ന്യായാധിപൻ്റെ പ്രാഥമികമായ ചുമതലയാണ്. കോടതി നടപടികളിൽ തടസ്സമുണ്ടാക്കിയാൽ കോടതി അലക്ഷ്യത്തിന് നടപടി എടുക്കുക, അതിനുള്ള അധികാരം പോലും ആ ജഡ്ജിക്കുണ്ട്. അതൊന്നും ചെയ്യാതെ ആർക്കും എന്തും ആകാം, ഏത് അഴിഞ്ഞാട്ടവും തൻ്റെ കോടതിയിൽ അനുവദനീയമാണ് എന്ന മട്ടിൽ ചില ന്യായാധിപന്മാർ പ്രവർത്തിക്കുന്നത് കൊണ്ടുകൂടിയാണ് വക്കീലുമാർക്ക് ആവശ്യമില്ലാത്ത ഈ ഒരു പിന്തുണ ശക്തി ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നത്. വീണ്ടും ഇടവേള. റെക്കോർഡ് തകർക്കാൻ വെള്ളാപ്പള്ളി. എന്ത് ചെയ്താലും ചീത്ത പറയാൻ മാത്രം വിധിക്കപ്പെട്ട ഒരാളാണ് ഞാൻ. എൻ്റെ തലയിലെഴുത്തിൻ്റെ ദോഷമായിരിക്കും. സുവർണനും ചീത്ത പറഞ്ഞ് എൻ്റെ സമ്മതി ദോഷമാണ്.